നിലപാടെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തീരുമാനം, നിലപാടല്ല ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചേ ഉള്ളൂ. കേരള കോൺഗ്രസ് കാലം ഈ 6 വർഷം നിങ്ങൾ കണ്ടല്ലോ, മാണി സാറിൻ്റെ മരണത്തിന് ശേഷം ഒരുമിച്ചല്ലേ എടുത്തിട്ടുള്ളൂ. അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ മാധ്യമ സൃഷ്ടി ഉണ്ടാക്കുന്നു, ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്നു, ഇന്നും രാവിലെ വന്ന് വീണ്ടും ചോദിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നിലപാട് മാറ്റിയോ ഇതെല്ലാം ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? പിന്നെ ഇപ്പൊ റിപ്പോർട്ടർ ചോദിക്കും, ഇത്ര കഴിയുമ്പോൾ മറ്റൊരു ചാനൽ ചോദിക്കും. അല്ലല്ല, അതായിരിക്കാം, അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതിന്റെ ഉടമയെ അറിയത്തില്ല. പക്ഷെ അതിന്റെ യഥാർത്ഥ ചിത്രം ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. എന്തിനാ LDF ഉന്നയിക്കുന്ന കാര്യം? ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാൻ മേലാത്ത ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെന്ന് ഇടതുപക്ഷത്തുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആരും പറയുന്നു തോന്നുന്നില്ല. ഒരു കർഷകനെ തിരിച്ചറിയുകയില്ല, ഒരു കർഷക തൊഴിലാളിയെ തിരിച്ചറിയുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഉത്തരവാദിത്തപ്പെട്ട ആരും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജില്ലാ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളല്ലേ? അല്ല, അതിനകത്ത് തുടരാനോ അങ്ങനെയല്ലല്ലോ, അങ്ങനെ ഒരു ചർച്ചയേ ഇല്ലല്ലോ. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു, അങ്ങനെ ഒരു ചർച്ചയേ ഇല്ലല്ലോ. അങ്ങനെ എന്തിനാ നരേറ്റീവ് കൊണ്ടുവരേണ്ടത്? എൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ ഈ പരാജയവും വിജയമൊക്കെ എപ്പോഴും ഒരു മുന്നണിയിലില്ലേ? പരാജയപ്പെട്ട് കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ ഉടനെ മാറുക എന്നുള്ളതാണ്. അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ ഒരു ചർച്ചയിലേ ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടായി. ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ എന്താണ് ഉണ്ടായത്? അവിടെ ഓരോരുത്തരും ഈ പറഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എവിടെയാണ് ഏറ്റക്കുറവുകൾ ഉണ്ടായത്, അതിന് എന്താണ് പരിഹാര മാർഗം, എങ്ങനെ വേണം ഇനി മുന്നോട്ട് പോകാൻ. ഇപ്പം നാളെ ബഡ്ജറ്റ് വരികയാണ്, ആ ബഡ്ജറ്റിൽ എന്തൊക്കെ വേണം, ആ അത്യാവശ്യമായിട്ടുള്ള ഞാനും എൻ്റെ നിർദ്ദേശങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വരട്ടെ. അല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പൊതുവേ പറയുമ്പോൾ മധ്യ തിരുവിതാംകൂറിലെ കേരള കോൺഗ്രസ് ഒരു തരത്തിൽ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. അപ്പോൾ അത് തീർച്ചയായും 10 വർഷം ആകുമ്പോൾ പല ആഗ്രഹങ്ങളും ജനങ്ങൾക്കുണ്ടാവും. അങ്ങനെയായിരുന്നല്ലോ കഴിഞ്ഞ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പോഴല്ല, 5 വർഷക്കാലം മുമ്പ് ഇതുപോലെ തന്നെയല്ലേ ഉണ്ടായത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ റിസൾട്ട് ഒരു പരിധി വരെ അതിനകത്ത് രാഷ്ട്രീയം നിശ്ചയിക്കാം. പക്ഷേ ജില്ലാ പഞ്ചായത്തിൻ്റെ റിസൾട്ട് എന്താ? 7 ജില്ലകളിലും UDFും 7 ജില്ലകളിലും LDFുമാണ് എന്ന് പറഞ്ഞാൽ നെക്ക് ടു നെക്കാണ്. പറയാൻ പറ്റുമോ 100% UDF വിജയിക്കും, ഭരണത്തിലേക്ക് വരും? ഇല്ല. ഇപ്പോഴും സാധ്യത എല്ലാം ഉള്ളത് ഇടതുപക്ഷം. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അത് പരാമർശം അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയട്ടെ, സഭ ഒരു ഘട്ടത്തിലും സഭ ഒരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇടപെടാറില്ല. നിങ്ങൾ ഈ നിലപാടെടുക്കണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ പുറത്താക്കിയപ്പോൾ ഒരു നിലപാടെടുത്തോ? സഭ എടുത്തോ? ഇല്ലല്ലോ. പക്ഷെ സഭ എടുക്കുന്നത് എന്താണ്? സഭ എടുക്കുന്ന തീരുമാനം, നിലപാടെടുക്കുന്ന ഒരു സാമൂഹിക വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയത്തിൽ നിങ്ങളിത് നിലപാടെടുത്തോണം. പക്ഷെ കർഷകൻ്റെ വിഷയമായിരിക്കാം, വന്യമൃഗത്തിൻ്റെ വിഷയമായിരിക്കാം. അതൊക്കെ ചിലപ്പോൾ ഞങ്ങൾ തന്നെ നേരത്തെ എടുത്തിട്ടുണ്ടാവും, അവരും എടുത്തിട്ടുണ്ടാവും. ചില നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറയും. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലത്ത് ഒരു നിയമം അതിന് ഭേദഗതി ചെയ്യണമെന്നുണ്ടെങ്കിൽ സഭയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്കായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങളത് നടത്തുവാനുള്ള ശ്രമം നടത്തും. അതല്ലാതെ എൻ്റെ അപ്പുറത്തേക്കില്ല. അതെ, ഇപ്പൊ ഈ ടോപ്പിക്കല്ല, ഇനിയിപ്പോ വേറെ ടോപ്പിക്കിലേക്ക് കൊണ്ടുപോകാം. നമുക്ക് വേറെ അവസരത്തിൽ ബാക്കി കാര്യങ്ങൾ പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.